Welcome to episode 1 of the Next Trade podcast. My name is Hayati, and today we have with us the founder of Next Trade, Mr. Arun Ashokan. Hi. Hi. Good afternoon. Good afternoon. Let's delve into the main topic and let the first question that many people ask you. Okay. When did you first get into trading? What was the idea ഉണ്ടാവില്ലേ like, okay, this is forex or this is trading. People are making money out of it. അപ്പോൾ ആ ഒരു thought process എങ്ങനെയാണ് വന്നത് first? Okay, initially like everybody was thinking like എന്താണ് നമുക്കൊരു സെക്കൻഡറി ഇൻകം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രൈമറി ജോബ് ഉണ്ടാകും. സോ അത് അപ്സ്കിൽ ചെയ്യാനല്ലേ എന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു ഫിനാൻഷ്യൽ വേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് ഒബ്വിയസ്ലി നമ്മൾ ഇപ്പൊ നാട്ടിലും ബാക്കി എല്ലായിടത്തും വെക്കുന്നതാണ്. ഒത്തിരി ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്തിട്ട് വർഷങ്ങളുടെ, അതായത് ഇപ്പൊ ഇന്ന് ഞാനൊരു 100 രൂപ ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 5 വർഷം ഇനി 10 വർഷം കഴിയുമ്പോൾ അത് 10,000 അല്ലെങ്കിൽ ലക്ഷങ്ങളായി എന്ന് കേൾക്കുന്ന പോലെ തന്നെ സെയിം തിങ് ഞാനും ഗ്രാജുവലി ഇതേപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന പാടിനകത്തോട്ട് കുറെ ആ സമയത്ത് നമുക്ക് എന്താണ് നമുക്ക് സ്റ്റോക്സിനെ പറ്റി ഇതിനെ പറ്റി ഒന്നും വലിയ ധാരണയും കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സിനകത്ത് ഇറങ്ങുന്നത്. ശരിക്കും അതാണ് ഒരാൾ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് വരുന്നത്. ഓഫ് കോഴ്സ്, ബിക്കോസ് നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഒരു 100 രൂപ അല്ലെങ്കിൽ 1000 രൂപ എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ, ആ കമ്പനിയെ പറ്റി ഒന്ന് അറിഞ്ഞിരിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ കുറച്ച് റിസർച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലായിരുന്നു ഇനിഷ്യലി. ഈ പറഞ്ഞ പോലെ ബ്ലൈൻഡ്ലി കുറച്ച് സ്റ്റോക്സിനകത്തും കുറച്ച് കമ്പനീസിനകത്തും ഇൻവെസ്റ്റ് ചെയ്തു. കാൽക്കുലേറ്റഡ് റിസ്ക് ആ സമയത്ത് എടുത്തിട്ടില്ലായിരുന്നു. ആക്ച്വലി ബ്ലൈൻഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. അതിനകത്ത് ഒരുപാട് കാശ് ഇങ്ങനെ പോയി പോയി കഴിയുമ്പോഴത്തേക്കാണ് നമ്മൾ ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റ് എന്താണ്, അതിന്റെ ഒരു ഹീറ്റ് എന്താണെന്ന് നമ്മൾ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെയാണ് ശരിക്കും സ്റ്റോക്ക് മാർക്കറ്റിനകത്തോട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഇനിഷ്യൽ ടൈം ഫുൾ ഓഫ് ലോസസ് ആയിരുന്നു. അപ്പൊ എന്തെങ്കിലും ഒരു സ്പെസിഫിക് എനി ഇവന്റ് that sparked your interest, like okay, ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, even though it resulted in losses, you must have been like, let me try. Okay. Let me put some amount of money and let me see if it will give me any returns. Was there something that propelled you to do it? Yeah, kind of like mostly യൂട്യൂബിനകത്തുള്ള വീഡിയോസും ആൾക്കാരുടെ ഇൻസ്പയറിംഗ് വീഡിയോസും അങ്ങനെ കുറച്ച് കണ്ടൊക്കെയാണ് ഇനിഷ്യലി നമ്മൾ ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള കാശ് കൂടുതലും മാർക്കറ്റിനകത്തോട് ഇടുന്നത്. ഇട്ട് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാവുന്നത് ഓക്കെ, ഗ്രാജുവലി ഇറ്റ് ഈസ് വൈപ്പിംഗ് ഔട്ട്. സോ അത് വൈപ്പ് ഔട്ട് ആകുമ്പോഴത്തേക്കാണ് നമ്മൾ തിങ്ക് ചെയ്യുന്നത് ഓക്കെ ഫൈൻ, ദീസ് പീപ്പിൾ ആർ മേക്കിംഗ് മണി, ഹൗ ദേ ആർ മേക്കിംഗ് ദ മണി ദെൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൻഡ് ആസ് പെർ ഇപ്പൊ നമ്മളിപ്പോ റീസെന്റ് സെബി ആൻഡ് NSE-യുടെ റിസൾട്ട്സ് പുറത്തു വിട്ടത് 80% of people are on losses in the stock market. People in the stock market 80% are on losses. അതായത് ഓൾമോസ്റ്റ് ഇത്രയും ആൾക്കാർ ഹ്യൂജ് ട്രില്യൻസ് ഓഫ് മണി is flowing into the market and it is people are not realizing that okay, it is going one side, government is making money, but the people are not. So അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് ശരിക്കും എന്താണ് how to grow or how to make the money എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുന്നിൽ വരുന്നത്. ആ ഒരു ഹെസിറ്റൻസി ഉണ്ടായില്ലേ, കംപ്ലീറ്റ്ലി ഐ ആം ഗോയിങ് ടു ഇൻവെസ്റ്റ് മൈ ഹാർഡ് ഏൺഡ് മണി. ഇത് എന്തായാലും ഒരു സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ആണ്. അതിന്റെ ഒരു പ്രൈമറി സോഴ്സിൽ നിന്ന് ഉണ്ടാവുന്ന ലെറ്റ്സ് സേ ഫോർ എക്സാമ്പിൾ സാലറി ഓർ ഇഫ് യു റൺ എ ബിസിനസ്, അതിലുള്ള ഒരു ഹാർഡ് ഏൺഡ് മണിയാണ് ഞാൻ ഇടുന്നതിന്റെ ഒരു ഹെസിറ്റൻസി ഉണ്ടായില്ല? ഓഫ് കോഴ്സ് ഡെഫിനറ്റ്ലി ഉണ്ടാകും. നമുക്കൊരു പ്രൈമറി സോഴ്സ് ഓഫ് ഇൻകത്തിൽ നിന്ന് നമ്മൾ സെക്കൻഡറി സോഴ്സ് ഓഫ് ഇൻകം ജനറേറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പ്രൈമറി സോഴ്സിൽ നമ്മൾ എന്താണ് നമ്മൾ ഒരു 9 to 5 ജോബ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചായിട്ട് സേവ് ചെയ്ത പൈസയാണ് ഇതിനകത്തോട്ട് ഇടുന്നത്. അത് അത് വൺ സൈഡ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുവാണ്. അപ്പോ ആ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മൾ ആലോചിക്കുന്നത് ഓക്കെ, ബാക്കിയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് ഈ കാശ് ഉണ്ടാക്കുന്നത് എന്നുള്ള തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമ്മൾ സ്റ്റോക്ക് ട്രേഡിങ്ങിനകത്തോട്ട് ആൾക്കാർ കൂടുതലും ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. സോ ദാറ്റ് വാസ് മൈ സ്റ്റാർട്ടിങ് ടു ദ സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, I need to build my education or upskill or upgrade my education. Currently what all knowledge I have, I am trying to upscale it. അങ്ങനെയാണ് ഞാൻ ശരിക്കും സ്റ്റോക്ക് ട്രേഡിങ്ങിനകത്ത് കംപ്ലീറ്റ്ലി ഇൻ ടു ദ മാർക്കറ്റ് ഇറങ്ങി. ഓക്കെ, ഹൂ ആൾ ആർ ടീച്ചിങ് ദാറ്റ് ഓർ ഹൂ ആൾ ആർ ഗിവിംഗ് അഡ്വൈസസ്. അങ്ങനെ നമ്മൾ ഒത്തിരി ആൾക്കാരെ ഫോളോ ചെയ്യും ആൻഡ് ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യും, എല്ലാം ചെയ്യും. ബട്ട് അവിടെ നിന്ന് റൈറ്റ് വേ
ചൂസ് ചെയ്യുന്നതാണ് That was going to be ഏറ്റവും my next question. Like, ഇപ്പൊ ഒരു first amount ഇട്ടെന്ന് പറഞ്ഞു, and then you suffered a huge loss. Yes. Consistently. Yeah. അപ്പൊ how was that not a setback? ഇപ്പൊ ഒരു പ്രാവശ്യം പൈസ പോയപ്പോ you're like, okay, ചിലപ്പോ this is not meant for me. Yeah. You know, this is not something that I should do. I should stick to my 9 to 5, or I should stick to what I do and I know, and I get a monthly promised salary, for example. അപ്പൊ ആ ഒരു loss ഉണ്ടായപ്പോഴും how was it like, no, let me try again? ഓക്കെ, സോ നോർമലി ആ ലോസ് ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ ഫസ്റ്റ് തിങ്ക് ചെയ്ത് ഓക്കെ സി ഇതിനകത്ത് നിന്ന് ആൾക്കാർ കാശ് ഉണ്ടാക്കുന്നുണ്ട് ഡെഫിനറ്റ്ലി. Yes. ഓക്കെ, ഈവൻ ലൈക്ക് 10% or 20%, 1% ആയിരുന്നാൽ പോലും ആൾക്കാർ കാശ് ഉണ്ടാക്കുന്നുണ്ട്. സോ ഹൗ ടു മേക്ക് ദാറ്റ്? ഓക്കെ, അത് അവർ ഉണ്ടാക്കുന്നത് ഓക്കെ ദെൻ വി വിൽ സ്റ്റാർട്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ആൻഡ് അനലൈസിങ് ദോസ് പീപ്പിൾ. ഓക്കെ, അവരെങ്ങനെയാണ് കാശ് ഉണ്ടാക്കുന്നത്? ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് 1 to 2 months or 1 to 3 months time frame. It having a long journey. They are traveling like a minimum 5 to 10 years to be on a നമ്മൾ ഈ കാണുന്ന പോലെ 1 CR profit, 2 CR profit on the investment. So അവർ ഗ്രാജുവലി എന്താണ് ഉണ്ടാക്കുന്ന കാശിന്റെ ഫോർ എക്സാമ്പിൾ ഇഫ് യു ഹാവ് എ ക്യാപിറ്റൽ ഓഫ് ലൈക്ക് നമ്മൾ ഒരാളുടെ പ്രോഫിറ്റ് കാണുവാണ്, ഓക്കെ 1 CR is the profit of monthly. അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് അതിന്റെ 10 or 50 ടൈംസ് ഹയർ ആയിരിക്കും. അവരുടെ ക്യാപിറ്റലിന്റെ 3 to 5% ആയിരിക്കും അവരുടെ ഒരു മിനിമം റേറ്റ് ഓഫ് റിട്ടേൺ. അവർ പറയുന്നത് ഇറ്റ്സ് ഡീസെന്റ്. ശരിക്കും ഐഡിയലി സ്റ്റോക്ക് മാർക്കറ്റ് ഇറ്റ് ഈസ് ലൈക്ക് ദാറ്റ്. അല്ല നമ്മൾ കാണുന്ന പോലെ ഓക്കെ 1 ലക്ഷം ഇട്ടിട്ട് അടുത്ത മാസം 2 ലക്ഷം ഉണ്ടാക്കാൻ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സ്റ്റോക്ക് മാർക്കറ്റ് ഇറ്റ് ഈസ് ബ്ലൈൻഡ്ലി നോട്ട് പോസിബിൾ. Not in a short time. Yeah. Maybe if you have like an experience of like a 5 to 10 years, and then okay you know where to invest, how to invest, and you know the technical analysis, or you know that you are researching the fundamental analysis. അങ്ങനെ ഒത്തിരി എന്താണ് ഇതിനകത്ത് പഠിക്കാനും ഇല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്ത് എടുക്കാനുമായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത്രയും ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ എന്താണ് ബ്ലൈൻഡ് വലിയൊരു ആൾക്കാരുടെ സ്ക്രീൻഷോട്ട്സ് കാണും ആൻഡ് ബാങ്ക് അക്കൗണ്ട് ബാലൻസ് കാണും, ഫെറാറി കാർസ് ആൻഡ് ലക്ഷറി ലൈഫ് സ്റ്റൈൽ, റോളക്സ് വാച്ച്, എവരിത്തിങ്. ഇതെല്ലാം വരുന്നത് അവരുടെ ഒരു മിനിമം ഒരു 10 year അല്ലെങ്കിൽ 5 to 10 year എന്ന് പറയുന്ന ഒരു ലോങ് ടൈം ഫ്രെയിമിന്റെ സ്ട്രഗിൾ ആണ്. അത് നോർമലി ഒരു 9 to 5 ജോബിന്റെ കൂടെ കൊണ്ടുപോകുന്നത് പറയുന്നത് ഇറ്റ്സ് എക്സ്ട്രീംലി ഹാർഡ്. Yes. So how has your strategies, evolved since then? Okay, I need to learn this. Yeah. I need to learn a different strategy so that I do not, even if 80% of my money is gone, I should be able to save at least 20% of what I invest in the Yes. stock market. So there must be a strategy that you must have followed, or let's say, for example, a strategy that I need to balance my 9 to 5 job, Yeah. but I also need to make sure that I'm not losing my hard-earned Yes. money. So how has that evolved since then? Okay, initially like I had been got educated from multiple institutions in Kerala and inside Kerala and outside Kerala. Initially ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിനകത്തുള്ള ഒരുപാട് ആൾക്കാരുടെ കോഴ്സസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. സോ അതൊന്നും ഈ പറഞ്ഞ പോലെ മെയിൻലി ഇന്ത്യക്കകത്ത് കേരളത്തിനകത്ത് കൂടുതലും കണ്ടുവരുന്നത് സ്മാർട്ട് മണി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. ട്രേഡിങ്ങിനകത്ത് ഒരു 95% ആൾക്കാരും ഞാൻ കണ്ടിട്ടുള്ളത്, എൻ്റെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഞാൻ കണ്ടിട്ടുള്ളത് സ്റ്റിൽ ഇറ്റ് ഈസ് സ്മാർട്ട് മണി. ബട്ട് ആ സ്മാർട്ട് മണി വെച്ചിട്ട് ആൾക്കാർക്ക് ഞാൻ സ്മാർട്ട് മണി പഠിച്ചായിരുന്നു. അത് പഠിക്കാൻ ഞാൻ കേരളത്തിനകത്തുള്ള 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ഞാൻ ഇനിഷ്യലി ഞാൻ പഠിച്ചു. എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന കേരളത്തിനകത്ത് അത്യാവശ്യം നമ്മളെ മാർക്കറ്റിങ്ങിനകത്തൊക്കെ നമ്മൾ എന്താണ് ഇൻസ്റ്റാഗ്രാമിനകത്തും ഫേസ്ബുക്കിനകത്തൊക്കെ കാണുന്ന ഫേമസ് ആയിട്ടുള്ള 2-3 ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അവിടേക്ക് പഠിക്കുമ്പോഴത്തേക്കും ഓക്കെ ഫൈൻ, ഐ എം നോട്ട് ടെല്ലിങ് ദാറ്റ് ഓക്കെ സ്മാർട്ട് മണി ഈസ് നോട്ട് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. ബട്ട് നമുക്ക് അതിൽ ഗ്രോ ചെയ്യാനുള്ള ലിമിറ്റേഷൻസ്, ദെയർ ഈസ് ലിമിറ്റേഷൻസ്. നമുക്ക് അപ്പം നോളജ് ഈസ് ലൈക്ക് സംതിങ് എന്താണ് നമുക്ക് അത്രയും വിചാരിക്കുന്ന അത്രയും പൈസ നമുക്ക് ഒരു 2 to 3 year ടൈം ഫ്രെയിമിൽ നമുക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങനെ അത് പഠിച്ചു, ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, ഇത് പഠിച്ചിട്ടും എനിക്ക് അത്രയും അപ്സ്കെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ 9 to 5 ജോബും ചെയ്യണം, അതിന്റെ കൂടെ ഇതും വരണം, നമ്മളെ ക്യാപിറ്റലും കുറവാണ്. അപ്പോൾ നമ്മളെ എന്താണ് നമ്മുടെ സ്കിൽ സെറ്റ് അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്ന് പറയുന്ന സംഭവം നല്ലൊരു കോൺക്രീറ്റ് അല്ലെങ്കിൽ നമ്മൾ ഹൈ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഓക്കെ, ദെൻ ഐ സ്റ്റാർട്ടഡ് എക്സ്പ്ലോറിംഗ് ഔട്ട്സൈഡ് കേരള ബിക്കോസ് കേരള ഹാസ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ലിമിറ്റഡ് എഡ്യൂക്കേഷൻ സ്കിൽസ്. ഔട്ട്സൈഡ് ദ കേരള വി നീഡ് ടു എക്സ്പ്ലോർ NSE. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റിനകത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് ഐ ട്രൈ ടു എന്താണ് ഇനിഷ്യലി ഡിഗ് ഇൻ ടു ദ കോഴ്സസ് വാട്ട് ഈസ് NSE because NSE is the main thing which is stock market is up to. So I just started digging into okay what are the courses they are providing, then I started learning that. I spent my 2 to 3 years of my career along with my job to pursue the courses which NSE is providing because it is controlling the stock market. So ideally something they are providing, it will be the top best. But when I step into that, it was not easy job. It is very, very, very tough and completely mathematical calculations. You're right. Yeah.